കൊല്ലത്തെ കൊട്ടിയത്താണ് ദേശീയപാത തകർന്നത്. 4 വാഹനങ്ങളാണ് ഈ അപകട സമയത്ത് റോഡിലുണ്ടായിരുന്നത്. അപ്രോച്ച് റോഡ് തെന്നിമാറി. ഭാഗ്യത്തിന് ആളുകൾക്കൊന്നും പരിക്കുകൾ ഉണ്ടായില്ല. ഇപ്പോൾ വാഹനങ്ങൾ അവിടെ നിന്ന് നീക്കം ചെയ്യാനുള്ള ശ്രമങ്ങൾ കൂടി നടത്തുന്നു എന്നാണ് മനസ്സിലായത്. ഇതാണ് ദൃശ്യങ്ങൾ. വാഹനങ്ങൾ കുഴിയിലും ഒക്കെ ആയിട്ട് ഇങ്ങനെ പെട്ട് നിൽക്കുകയാണ്. പെട്ടെന്ന് വാഹനങ്ങളൊക്കെ നിർത്തി ആളുകൾ ഇറങ്ങിയതുകൊണ്ട് വലിയ അപകടം ഒഴിവായി. നേരത്തെ ആ ക്രെയിനൊക്കെ അവിടെ എത്തിയത് കണ്ടായിരുന്നു. വാഹനങ്ങൾ മാറ്റാനുള്ള ശ്രമം തുടങ്ങിയോ? ഈ ആളുകൾ ഇപ്പോഴും വരുന്നുണ്ടോ? അപകട സാധ്യതയാണല്ലോ മൊത്തം. ആളുകളെ നിയന്ത്രിച്ചിട്ടും കൂടുതൽ ആൾക്കാർ ഒരു കാഴ്ച കാണാനുള്ള രീതിയിലേക്ക് ഇവിടേക്ക് എത്തുകയാണ്. അതാണ് പോലീസിന് കൂടുതൽ പ്രതിസന്ധി ഉണ്ടാക്കുന്നത്. ഇപ്പോൾ ദ കിങ്സ് സ്കൂളിൻ്റെ ബസ്സിനെ അവിടെ നിന്ന് വലിച്ചു മാറ്റാൻ വേണ്ടിയുള്ള നടപടികൾ ആരംഭിക്കുകയാണ്. വലിയ ക്രെയിൻ അവിടേക്ക് എത്തിച്ചിട്ടുണ്ട്. ആ ക്രെയിൻ ഉപയോഗിച്ച് ആ വാഹനം അവിടെ നിന്ന് മാറ്റാൻ വേണ്ടിയുള്ള ഒരു ശ്രമമാണ്. അല്പസമയത്തിനുള്ളിൽ തന്നെ ആ വാഹനം മാറ്റാൻ സാധിക്കും എന്നുള്ളതാണ് പ്രതീക്ഷ. ഇപ്പോൾ മറ്റ് മൂന്ന് കാറുകൾ കൂടിയുണ്ട്. ആ കാറുകളിൽ ആദ്യം എത്തിയത് ഒരു വെറ്റിനറി ഡോക്ടറാണ്. അവരുടെ അല്പസമയം മുമ്പ് നമ്മൾ സംസാരിച്ചിരുന്നു. അപ്പോൾ അവർ പറയുന്നത് പെട്ടെന്ന് എന്തോ ഒരു കുലുക്കം പോലെ തോന്നി. അതിനുശേഷം ആ കാറ് സൈഡിലേക്ക് പറയുകയാണ്. ആ നീല കാറിൻ്റെ ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. ആ കാർ ഒരു പിൻഭാഗത്തെ ടയർ പൂർണ്ണമായും മുകളിലേക്ക് പൊങ്ങി നിൽക്കുന്ന സ്ഥിതിയാണ്. ആ പല വാഹനങ്ങളുടെ അവസ്ഥ അതാണ്. ഒരു ശകലവും കൂടി മാറിയിരുന്നെങ്കിൽ ആ കാറ് മറിഞ്ഞ് ആ വെള്ളക്കെട്ടിൻ്റെ അടിയിലേക്ക് അല്ലെങ്കിൽ ആ കോൺക്രീറ്റ് പാളികളുടെ അടിയിലേക്കോ പോകാനുള്ള സാധ്യത വളരെ വലുതായിരുന്നു. ഭയന്ന് ഓടി, അതായത് ബാഗും മറ്റ് മൊബൈൽ ഫോണും എല്ലാം തന്നെ ഈ വാഹനത്തിൽ ഉപേക്ഷിച്ച് നേരെ ഭയന്ന് നിലവിളിച്ചുകൊണ്ട് ഓടുകയായിരുന്നു എന്നാണ് ആ വെറ്ററിനറി ഡോക്ടർ നമ്മളോട് സംസാരിച്ചപ്പോൾ പറഞ്ഞത്. ഇപ്പോൾ നമ്മൾ ദൃശ്യങ്ങളിൽ നിന്ന് കാണുന്നത് ക്രെയിൻ ഉപയോഗിച്ച് ആ ബസ് മാറ്റുന്നതാണ്. സമയത്തും നമ്പർ വരെ കിട്ടാത്തൊരു വണ്ടിയുണ്ടല്ലോ. അത് ഒരു രജിസ്റ്റേർഡ് വാഹനമുണ്ട്. കിയയുടെ ഒരു രജിസ്റ്റേർഡ് വാഹനമുണ്ട്. അതിന് നമ്പർ പോലും ഇതുവരെ കിട്ടിയിട്ടില്ല. ആ വാഹനത്തിൻ്റെ അടക്കമുള്ളവയാണ് അപകടത്തിൽ പെട്ടിരിക്കുന്നത്. അങ്ങനെ 3 വാഹനം, ഒരു 2 മാരുതിയുടെ, അതുപോലെ ഒരു കിയയുടെ ഒരു വാഹനം, അങ്ങനെ 3 വാഹനങ്ങളാണ് അപകടത്തിൽപ്പെട്ടത്. നമ്പർ പോലും കിട്ടാത്ത ഒരു വാഹനം, ആ കാറടക്കം അപകടത്തിൽപ്പെട്ടിരിക്കുന്നു. ആ കാറൊക്കെ തന്നെ വലവിധേനയും വലിച്ച് മാറ്റേണ്ടതുണ്ട്. അതിനുവേണ്ടിയുള്ള ഒരു ശ്രമമാണ്. കാര്യം വലിയ ഒരു വില കൊടുത്ത് അത് ഇവിടെ നിന്ന് മാറ്റാൻ സാധിക്കില്ല. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ വളരെ സാവധാനത്തിൽ ആ വാഹനം ദ കിങ്സ് സ്കൂൾ എന്നാണ് ആ സ്കൂളിൻ്റെ പേര്. ആ സ്കൂൾ ബസ് അവിടുത്തെ സ്കൂൾ ബസ് 18 നമ്പർ സ്കൂൾ ബസ്സാണ്. ആ ബസ് പുറത്തേക്ക് വലിച്ചു നീക്കാൻ വേണ്ടിയുള്ളൊരു ശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ചില ആൾക്കാർ ആ പരിസരത്തൊക്കെ പോയി നിന്ന് അതിനുള്ളിൽ തന്നെ ചേർന്ന് ഒക്കെ നിന്ന് പ്രശ്നങ്ങൾ ഒരു സുരക്ഷയുമില്ലാതെ പോയി നിൽക്കുന്ന ഒരു സ്ഥിതിവിശേഷങ്ങളൊക്കെ തന്നെ ഉണ്ട്. അതൊക്കെ ഒഴിവാക്കണം എന്നുള്ളത് പോലീസ് പലകുറി പറയുന്നുണ്ട്. SCPയും അതുപോലെ തന്നെ കൊട്ടിയം CI പ്രദീപും അടക്കമുള്ള ആൾക്കാർ ഈ നിർദ്ദേശങ്ങളൊക്കെ തന്നെ നൽകിയിട്ടുണ്ട്. നമുക്ക് ഗതാഗതത്തിൻ്റെ കാര്യം കൂടി പറയാം. ഗതാഗതത്തിൻ്റെ കാര്യം പറയുമ്പോൾ കരുനാഗപ്പള്ളിയിൽ നിന്ന് നേരെ വാഹനം തിരിഞ്ഞ് ശാസ്താംകോട്ട ചക്കുവള്ളി വഴി നേരെ കുണ്ടറ ഭാഗത്തുകൂടി കടന്ന് കൊട്ടാരക്കര വഴി MC റോഡ് കയറി പോകണം എന്നുള്ളതാണ് ഇപ്പോഴത്തെ വലിയ വാഹനങ്ങൾ, ചെറിയ വാഹനങ്ങളല്ല, വലിയ വാഹനങ്ങൾ ആ പാതയിലൂടെ കടന്നു പോകണം എന്നുള്ളതാണ് ഇപ്പോൾ പോലീസ് നൽകിയിരിക്കുന്ന നിർദ്ദേശം. കാര്യം എപ്പോഴും വാഹനങ്ങൾ കടന്നു പോകുന്ന ഒരു പ്രദേശമാണ്. ആ പ്രദേശത്താണ് ഇപ്പോൾ അപകടം ഉണ്ടായിരിക്കുന്നത്. ഇനി കുറച്ച് നാളത്തേക്ക് ദേശീയപാതയിൽ വലിയ ഗതാഗത കുരുക്ക് തന്നെ ഉണ്ടാകാനുള്ള സാധ്യത വളരെ വലുതാണ് എന്ന് നിസ്സംശയം പറയാൻ സാധിക്കും. ഇപ്പോൾ കളക്ടർ അവിടെ എത്തിയപ്പോൾ അദ്ദേഹത്തിന്റെ പ്രതികരണം ഒന്ന് കേട്ട ശേഷം കണ്ണനിലേക്ക് വരാം. അവർ ഏതാണ്ട് ഒരു 15 മിനിറ്റിനകം എത്തുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. ഇപ്പോൾ ഞാൻ വിളിച്ചു. അപ്പോൾ അവരെത്തിക്കഴിഞ്ഞാൽ ഇത് സാങ്കേതികമായിട്ട് പിന്നെ ഇതിനെന്താ സംഭവിച്ചതെന്നുള്ളത് പറയും. കൂടാതെ ഇതിന് എന്താണ് പിടിക്കാനുള്ള നടപടികൾ ഇവിടെ എത്തിക്കഴിഞ്ഞാൽ അത് കൂടി അനൗൺസ് ചെയ്യും. ഗതാഗതം തുടരുകയാണ്. അല്ല, അത് പരിശോധിച്ചല്ലോ. അവിടെ ഇപ്പം വലിയ ഇതില്ല. മാത്രമല്ല ഇപ്പോൾ തൽക്കാലം കൊല്ലം കളക്ടർ ദേവിദാസിന്റെ പ്രതികരണമാണ് കേട്ടത്. അതിന്റെ വിദഗ്ധരൊക്കെ അങ്ങോട്ടേക്ക് എത്തി കാര്യങ്ങൾ പരിശോധിക്കുമെന്നാണ് അദ്ദേഹം പറഞ്ഞത്.